ഹലോ. ഹലോ മോനെ. പറ ആൻറ്റി. കുക്കു അവിടെ ഉണ്ടോ? രാവിലെ ഓടാൻ പോയിട്ട് അവൻ ഇതുവരെ വീട്ടിലൊരു സമയമായില്ലേ? അവൻ രാവിലെ ഓടാൻ വന്നിട്ട് വീട്ടിൽ അപ്പോഴെന്നെ തിരിച്ചു പോയല്ല. ഫോൺ വിളിച്ചിട്ട് എടുക്കണമില്ല. വീട്ടിൽ വന്ന് കേറട്ടെ, അവൻ ഞാൻ കൊടുക്കണുണ്ട്. ആൻറ്റി ഞാൻ നോക്കട്ടെ. അളിയ, നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ഇന്നലെ ഒട്ടും വയ്യായിരുന്നടാ. കൗണ്ട് പറഞ്ഞ പനിയായിരുന്നു. പിന്നെ ആശുപത്രിയിലൊക്കെ പോയി. അതാണ് ഞാൻ ഓടാൻ വരാത്തത്. അപ്പം അതൊക്കെ കുടിയടേ. അളിയ, അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. നീ കുറേ നേരമായില്ല കാര്യം പറയണമെന്ന് കാര്യം പറയടേ അങ്ങോട്ട്. എന്നും രാവിലെ ഓടാൻ പോകൂലേ, അതുപോലെ ഇന്നും നമ്മൾ പോയി. അപ്പോഴാണ് നമ്മളങ്ങനെ ഓടിത്തളർന്ന് വരുമ്പോഴാണ് ആ കാവ് കണ്ടത്. അളിയ, നീ ആ കാവ് കണ്ട? പണ്ടെൻ്റെ മുത്തശ്ശി പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഈ പാതിരാത്രിയും പട്ടാപ്പകലാരും പുറത്തിറങ്ങി നടക്കരുതെന്ന്. രാത്രി സമയം ദേവന്മാരും ദേവിമാരും ഒരു കാവിൽ നിന്ന് മറുകാവിലോട്ട് പോകുന്ന സമയമാണ്. അതൊരു തീപ്പന്തം പോണ പോലെ പോകും. അതിൻ്റെ വഴിക്ക് തടസ്സം നിന്നാലോ, ആ കാഴ്ച കണ്ടു നിന്നാലോ പിറ്റേ ദിവസം ചോര തുപ്പി മരിക്കും. അളിയ, നീ ഇനി എന്തൊക്കെ കഥകൾ അറിയാനുണ്ട്? വാ, ഓരോന്നായിട്ട് പറഞ്ഞു തരാം. ഇവയിങ്ങനെ കുറേ കെട്ടുകഥകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോഴത്തേക്കാണ് ആ കാര്യം സംഭവിച്ചത്. ഇന്നെന്തടേ അളിയ, ഒറ്റ മനുഷ്യരെ പോലും കാണാനില്ല റോഡിൽ. ആരും ഓടാനൊന്നും പറഞ്ഞില്ല. ശരിയനടേ, വാർത്ത പറയാനായിട്ട് ചൊവ്വാഴ്ച നീ പ്രാതം ഇറങ്ങുന്നു. ഡാ, എൻ്റെ കയ്യിലാണെങ്കിൽ കുക്കുടു അമ്മാവൻ തന്നൊരു കോയിനുണ്ടായിരുന്നു. അത് വെച്ച് ഞാൻ പ്രായത്തിനൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഞാൻ വിളിച്ചവൻ വന്നത് അനാമിക എന്നൊരു പെൺപ്രാതമായിരുന്നു. ഒന്ന് പതക്കെ തള്ളടേ, രോമാഞ്ചം ഞാനും കണ്ടു തന്നെ. അളിയ, അളിയ ആരോ പറയുന്നു പറഞ്ഞ. ചുമ്മാ ആരാടാ, നിനക്ക് തോന്നണേ? അളിയ, സത്യമായിട്ട് ആരോ പറഞ്ഞു. എടാ, നീ ഇങ്ങനെ പേടിക്കാടാ, നമുക്ക് സ്പീഡ് കിടക്കാം. അളിയ, എനിക്ക് പേടിയാവണം. നീ അത് പറഞ്ഞോ, തിരിഞ്ഞു നോക്കടാ. ഞാൻ നോക്കാം. ഞാനവനെ ഒരുപാട് തിരക്കി, ഒരിടത്തും കണ്ടില്ല. എന്നാലും ഞാനവനായിട്ട് ഓടിക്കളഞ്ഞില്ല അളിയ. അവൻ്റെ അമ്മ അവനെ കാത്തിരിക്കുകയാണ്. ഇനി ഞാൻ അവരെ മുഖത്തെങ്ങനെ നോക്കും? ഞാൻ ഇനി എന്ത് ചെയ്യും അളിയ? നീ സമാധാനപ്പെട്. തൽക്കാലിക കേസ് ഞാൻ അടുത്തും പറയണം. സമയത്രല്ലേ ആയുള്ളൂ. നമുക്ക് അവനെ അന്വേഷിച്ച് നോക്കാം. നീ ഇപ്പോൾ തൽക്കാലം വീട്ടിൽ പോകും.
ഡാടാ എന്താടാ അവിടെ പ്രശ്നം? അണ്ണ അവിടെ കുളത്തിൽ ശവം പോയി കിടക്കും. ആരാണെന്ന് അറിഞ്ഞൂടാ. രാവിലെ കളിക്കാൻ പോയി പേന്മാരാണ് പറഞ്ഞത്.